ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കുറച്ച് അരി ഉഴുന്നും ആട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ വെയിൽ നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ മെഷീൻ്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നും പാത്രം വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മേലാണ് കയറ്റി വെക്കാറ് കേട്ടോ. രാത്രിയാവും. അപ്പോൾ പകൽ നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചതാണ്. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ തന്നെ മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെയിൽ മാറി മാറി അടിക്കുന്നിടത്തുനിന്ന് മാറ്റി മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ ദോശ. അപ്പോൾ പകൽ മാവാട്ടി വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെയിലിലൊക്കെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ മോൾക്കൊരു ടോപ്പ് തയ്ക്കാനൊന്ന് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് നൈറ്റി തുണി ഇറക്കിയതിൽ നിന്ന് ഒരു തുണി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാനൊരു ടോപ്പ് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിൽ ഇങ്ങനെ കെട്ടുന്ന മോഡലൊക്കെ ആക്കിയിട്ട് തയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ തയ്ച്ചു. പിന്നെ ഞങ്ങൾ പെരുന്നാളിന് വേണ്ടിയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. ചെറുതെന്ന് പറഞ്ഞാൽ ചെറുത് തന്നെ കേട്ടോ. ടൗണിൽ വന്നിട്ട് ഫാമിലിയിലോ ഒന്നും ഞങ്ങൾ പോയിട്ടില്ല. സോയ ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഷോപ്പിലാണ് കയറി തുണി എടുക്കാൻ പോയത് കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ മുന്നേയൊക്കെ ആണെങ്കിൽ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി തുണിയെടുക്കാൻ പോവുക എന്നല്ലാണ്ട് കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമൊന്നും കൊണ്ടുവന്ന് തരുന്നത് ഇടുക അങ്ങനെ. പിന്നെ മോളൊക്കെ വലിയതായതിൻ്റെ ശേഷം മോളൊക്കെ പോയിട്ട് എടുക്കുക എന്നല്ലാണ്ട് അങ്ങനെ തുണി ഷോപ്പിൽ അങ്ങനെ പോയിട്ട് എടുക്കുന്ന ശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വലിയ മോളൊക്കെ കല്യാണം കഴിച്ച് പോയി. ചെറുതിന് പോകണമെങ്കിൽ ഒപ്പം ഞാൻ തന്നെ പോകണമല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി എടുത്തതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ബനിയൻ ക്ലോത്തിൻ്റെ ഒരു ഷോളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും എടുത്തു. പിന്നെ ഈ ഷർട്ട് എടുത്തു കേട്ടോ, മൂപ്പർക്ക് എടുത്തതാണ്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്താലും മക്കൾക്കും നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ എടുത്താലും ചിലപ്പോൾ എല്ലാ വീട്ടിലും എല്ലാ അപ്പന്മാരും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഡ്രസ്സും കാര്യങ്ങളൊന്നും മര്യാദക്കൊന്നും എടുക്കില്ല അവർ ആ പൈസയും കൂടെ ഉണ്ടെങ്കിൽ നാളത്തേക്കാവുമല്ലോ എന്ന് വെച്ചിട്ട് എടുത്ത് വെക്കുന്നതല്ല. അപ്പോൾ ഞാൻ മൂപ്പർക്കൊരു ഷർട്ടും കൂടി എടുത്തു കേട്ടോ. അത് പറയാതെ സർപ്രൈസായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അലക്കിയിടുകയാണ്. അപ്പോൾ ഇങ്ങനെ വീട്ടിലുള്ള എല്ലാവർക്കും എടുത്തിട്ട് ഒപ്പന്മാർ എടുക്കാത്ത വീടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കുറച്ച് കുമ്പളങ്ങൻ്റെ ചെടിയും കാര്യങ്ങളൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചേമ്പും കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് വേറെ നട്ടു കേട്ടോ. അപ്പോൾ അപ്പുറത്ത് കുറച്ച് പച്ചമുളക് ചെടി നടാനായിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലൊന്ന് നനച്ച് കൊടുക്കണം. നല്ല മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരുന്നു. അപ്പോൾ പച്ചമുളകും ചെടിയും ചേമ്പൊക്കെ കൊണ്ടുവന്നിട്ട് ഈ സൈഡിൽ കൂടെ ഓരത്ത് കൂടെ ആയിട്ട് നട്ടിട്ടുണ്ട്. ചേമ്പിന് ഇനി വെയിലൊന്നും അങ്ങനെ വേണമെന്നില്ലല്ലോ. അപ്പോൾ പച്ചമുളകും ചെടിയും കാര്യങ്ങളൊക്കെ കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ച് നടും വേണം. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.